നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഉണ്ടാവില്ല. എല്ലാവരിലേക്കും ആനുകൂല്യങ്ങളും വികസന നേട്ടവും ലഭിക്കുന്നുണ്ടെന്ന് പ്രകാശ് ജാവദേക്കർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ BJPയുടെ സീൽ എങ്ങനെ വന്നു എന്നതിൽ അന്വേഷണം നടത്തണമെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ സംശയമുണ്ടെന്നും ചെന്നിത്തല. BJP മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം രഘുനാഥ് എസ് കല്ലട RSPയിൽ ചേർന്നു. നേതൃത്വത്തിന്റെ അവഗണനയാണ് പാർട്ടി വിടാൻ കാരണമെന്ന് രഘുനാഥ് എസ് കല്ലട. RSP സംസ്ഥാന കമ്മിറ്റി അംഗം തുണ്ടിൽ നിസാർ രഘുനാഥിനെ സ്വീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ കുന്നത്തൂർ നിയോജക മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഭരണിക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഉണ്ടാവില്ലെന്നും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരിലേക്കും ആനുകൂല്യങ്ങളും വികസന നേട്ടങ്ങളും ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമെന്നും വികസന കുതിപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുമെന്നും കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവദേക്കർ കുന്നത്തൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി രാജ്യപ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഭരണിക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഉണ്ടാകില്ലെന്നും ജാവദേക്കർ പറഞ്ഞു. तमिलनाडु में चुनाव हो रहा है, पुडुचेरी में चुनाव हो रहा है और केरल में भी चुनाव हो रहा है. और मैं ये भविष्यवाणी करता हूँ कि इस बार सारे राज्य चुनाव हम जीतेंगे, केरल भी जीतेंगे. ദേശീയ കൗൺസിൽ അംഗം G ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. കുടുംബമായി മാറിയില്ലേ പിണറായിയുടെ കുടുംബം? പിണറായി കൊള്ളക്കാരൻ, പിണറായിയുടെ മോളോ ഏറ്റവും വലിയൊരു കൊള്ളക്കാരനെ രണ്ടാമത് എത്തി അവരവരുടെ ഭാര്യയെ ചവിട്ടിക്കൊല്ലാൻ പോയിട്ട് ബന്ധമൊഴിഞ്ഞ 2 കുട്ടികളുള്ള ഒരു കുടുംബമുണ്ട്. പിണറായിയുടെ മുസ്ലിം മരുമോന് നിങ്ങൾ ആലോചിച്ചോണം, വീരയ്ക്കും മകനോട് ഭർത്താവിനെ കളഞ്ഞതാണ് അല്ലേ? രണ്ടാമത് കല്യാണം കഴിച്ചു, അവർക്കൊരു കമ്പനി ഉണ്ടാക്കി. എന്താ കമ്പനിയാ? IT കമ്പനി. എന്താ പിണറായി പറഞ്ഞത്? എന്റെ മകളുടെ IT കമ്പനിക്ക് വേണ്ടി പൈസ ഇല്ലാതെ എന്റെ ഭാര്യ കമ്പനിയുടെ ഗ്രാറ്റുവിറ്റി കിട്ടിയ പൈസയാണ് ഒരു IT കമ്പനി ഉണ്ടാക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു കൊള്ളക്കാരന്മാര്. ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ, മാമ്പഴത്തറ സലീം, ബൈജു ചെറുപൊയ്ക, ആറ്റുപുറം സുരേഷ്, സന്തോഷ് ചിറ്റേടം, ധനേഷ് പുളിന്താനം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലം കോർപ്പറേഷനിൽ താൽക്കാലിക നിയമനം നടത്തിയെന്നാരോപിച്ച് DYFIയുടെ പ്രതിഷേധം. പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മേയറുടെ വീട്ടുജോലിക്കാരനാണ് കോർപ്പറേഷനിൽ താൽക്കാലിക നിയമനം നൽകിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. കൊല്ലം കോർപ്പറേഷനിൽ അനധികൃത നിയമനം നടത്തിയെന്നാരോപിച്ചാണ് DYFIയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടായിരുന്നു DYFIയുടെ പ്രതിഷേധം. കൊല്ലം മേയറുടെ വീട്ടിലെ ജോലിക്കാരനെ ചട്ടം ലംഘിച്ച് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ നിയമിച്ചെന്ന് ആരോപിച്ചായിരുന്നു DYFIയുടെ മാർച്ച്. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും DYFI ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിൽ UDF തരംഗമാണെന്ന് UDF കൊല്ലം ജില്ലാ ചെയർമാൻ KC രാജൻ. കരുനാഗപ്പള്ളി മണ്ഡലം UDF ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് യോഗം ചേർന്നത്. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് UDF കൊല്ലം ജില്ലാ ചെയർമാൻ KC രാജൻ അഭിപ്രായപ്പെട്ടു. കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച UDF ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിടിച്ച് നെഞ്ചോട് ചേർക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക് വരാതെ ഉണ്ടാവും.
അത് നിങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. നിങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഏത് മാർഗവും ഉപയോഗിച്ച് മഹേഷിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാനുള്ള രീതിയിൽ വോട്ടർമാരെ നേരിട്ട് കാണണം. ഒരു തവണയല്ല, പലതവണ കാണണം. ഇപ്പോൾ ഈ ബുക്ക് വന്നിരിക്കുന്നതിന്റെ കാര്യത്തെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. അങ്ങനെ പലതവണ വോട്ടർമാരെ കണ്ട് നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണം. ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞത് മനഃപൂർവ്വമായി പറഞ്ഞതാണ്. കാരണം മഹേഷിന്റെ ഭൂരിപക്ഷമല്ല, മഹേഷ് ജയിക്കുക എന്നുള്ളതല്ല. മഹേഷ് ജയിക്കുമ്പോൾ നമ്മളെല്ലാവരും ജയിക്കുകയാണ്. മഹേഷിന് ഭൂരിപക്ഷം കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്, നമുക്ക് എല്ലാവർക്കും ആഹ്ലാദമാണ്, നമുക്ക് എല്ലാവർക്കും ഒരു സംതൃപ്തിയും ചാരിതാർത്ഥ്യവുമാണ് ഉണ്ടാവുന്നത്. അഡ്വക്കേറ്റ് മടത്തിനേത്ത് വിജയൻ അധ്യക്ഷത വഹിച്ചു. ആർ രാജശേഖരൻ, ചിറ്റുമൂല നാസർ, ബിന്ദു ജയൻ, നജീം മണ്ണയിൽ, വരുൺ ആലപ്പാട്, നീലികുളം സദാനന്ദൻ, അരുൺ രാജ് പി ഡി, ശ്രീലത, എൻ കൃഷ്ണകുമാർ, പി സോമരാജൻ, അഡ്വക്കേറ്റ് കെ എ ജവാദ്, ബി എസ് വിനോദ, കെ മോഹനൻ, എ അസീസ്, ഇർഷാദ് ബഷീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഇരവിപുരം മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിഷ്ണു മോഹന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ BJPയുടെ സീൽ എങ്ങനെ വന്നു എന്നതിൽ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ സംശയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ BJPയുടെ സീൽ എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. UDF ഇരവിപുരം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിഷ്ണു മോഹന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇതിന്റെ പിന്നിലും ഗൂഢാലോചനയുണ്ട്. ഒരിക്കലും ഇത്രയും കുറഞ്ഞ സമയങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യ ദിവസം നോമിനേഷൻ കൊടുക്കാൻ നോമിനേഷൻ പേപ്പർ പോലും കിട്ടിയില്ലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ജനാധിപത്യത്തെ BJP കശാപ്പ് ചെയ്യുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കാരണം ഇത്തവണത്തെ ഇലക്ഷൻ BJPക്കാർ വളരെ ഗൗരവപൂർവ്വം ആലോചിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിച്ചത്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന 2 സംസ്ഥാനങ്ങൾ ആസാമും കേരളവുമാണ്, പോണ്ടിച്ചേരി. ഈ 3 സംസ്ഥാനങ്ങളിൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഒരിക്കലും തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യത്തെ ദിവസം പോലും നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ നോമിനേഷൻ പേപ്പർ കിട്ടിയില്ല. അപ്പോൾ കോൺഗ്രസിന് മുൻതൂക്കം വരുന്ന പോണ്ടിച്ചേരി, കേരളം, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തുക. പിന്നെ പ്രശ്നം എന്താണ്? ഈസ്റ്റർ വരാൻ പോവുകയാണ്. പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളി, ഈസ്റ്റർ. ഇടയ്ക്ക് വന്നത് 2 ദിവസം ചെറിയ പെരുന്നാളായിരുന്നു. ആ 2 ദിവസം ഒന്നും നടന്നില്ല. ചുരുക്കത്തിൽ ഒരാഴ്ച ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരാഴ്ച മുഴുവൻ അവധിയാണ്. നാടായ നാട് മുഴുവൻ ഉത്സവങ്ങളാണ്. അമ്പലത്തിൽ ഞാൻ സ്ഥാനാർത്ഥി കൂടിയാണ്. എല്ലായിടത്തും ഉത്സവങ്ങൾ നടക്കുകയാണ്. ആരെയും സമയത്ത് കിട്ടുന്നില്ല. ഈ ഒരു സമയം നോക്കി തെരഞ്ഞെടുപ്പ് വെച്ചതും 1 മാസം കഴിഞ്ഞേ നമ്മുടെ റിസൾട്ട് വരുന്നുള്ളൂ. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിന് ഇനി 1 മാസം കൂടിയുണ്ട്. അശാസ്ത്രീയമായ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് കോൺഗ്രസിനും UDFനും തയ്യാറെടുപ്പുകൾ സമയം കൊടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. KPCC സെക്രട്ടറി ബേബിസൺ അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ, UDF ചെയർമാൻ KC രാജൻ, A ഷാനവാസ് ഖാൻ, A അസീസ്, ബാബു ദിവാകരൻ, രാജേന്ദ്ര പ്രസാദ്, വിപിനചന്ദ്രൻ, സിസിലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. BJP മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം രഘുനാഥ് എസ് കല്ലട RSPയിൽ ചേർന്നു. നേതൃത്വത്തിന്റെ അവഗണനയാണ് RSPയിൽ ചേരാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. RSP കുന്നത്തൂർ നിയോജക മണ്ഡലം ഓഫീസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം തുണ്ടിൽ നിസാർ പതാക നൽകി രഘുനാഥിനെ സ്വീകരിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗവും 2 തവണ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയുമായിരുന്ന മുതിർന്ന നേതാവ് രഘുനാഥ് എസ് കല്ലടയാണ് RSPയിൽ ചേർന്നത്. 1987-ലും 1991-ലും രഘുനാഥ് നിയമസഭയിലേക്ക് മത്സരിച്ചു. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. നേതൃത്വത്തിന്റെ അവഗണനയാണ് RSPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ നമ്മുടെ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ 1980 മുതൽ തന്നെ BJPയുടെ സൈന്യം പ്രവർത്തനമായി. അതിൻ്റെ കാരണം പറഞ്ഞാൽ എൻ്റെ വീടും ജനപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള വീടായിരുന്നു. നിർഭാഗ്യവശാൽ RSP നിയോജക മണ്ഡലം ഓഫീസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം തുണ്ടിൽ നിസാർ പതാക നൽകി സ്വീകരിച്ചു. സുധാകരൻ പിള്ള, സുഭാഷ് എസ് കല്ലട, ശ്യാംപള്ളിശ്ശേരിക്കൽ, ബഷീർ പനപ്പട്ടി, ഷിബു ചിറക്കട, നവാസ് ചേമത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
കൊലക്കേസ് പ്രതി അലുവാതുലിനെ നടുറോഡിൽ വെട്ടിക്കൊന്ന കേസിൽ പിടിയിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വ്യാഴാഴ്ച രാവിലെ സംഭവം നടന്ന കരുനാഗപ്പള്ളി പുതിയകാവ് പെട്രോൾ പമ്പിന് സമീപം എത്തിച്ചായിരുന്നു ആദ്യ തെളിവെടുപ്പ്. സായുധ പോലീസിന്റെ അകമ്പടിയോടെയായിരുന്നു പ്രതികളെ സ്ഥലത്ത് എത്തിച്ചത്. കൊലക്കേസ് പ്രതി അലുവാതുലിനെ നടുറോഡിൽ വെട്ടിക്കൊന്ന കേസിൽ പിടിയിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ സംഭവം നടന്ന കരുനാഗപ്പള്ളി പുതിയകാവ് പെട്രോൾ പമ്പിന് സമീപം എത്തിച്ചായിരുന്നു ആദ്യ തെളിവെടുപ്പ്. സായുധ പോലീസിന്റെ ഉൾപ്പെടെ അകമ്പടിയോടെ ശക്തമായ പോലീസ് സന്നാഹത്തോടെയായിരുന്നു പ്രതികളെ സ്ഥലത്തെത്തിച്ചത്. കരുനാഗപ്പള്ളി ACP ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. സ്പെഷ്യൽ ബ്രാഞ്ച് ACP ജോസ് ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കടത്തൂർ കണ്ണമ്പള്ളിത്തെക്കതിൽ വീരപ്പൻ എന്ന അനീർ, കടത്തൂർ കരിപ്പള്ളി കിഴക്കതിൽ ബ്ലാക്ക് വിഷ്ണു എന്ന വിഷ്ണു, കടത്തൂർ വലിയത്ത് പടിഞ്ഞാറ്റതിൽ മണ്ണണ്ണ നൌഫൽ എന്ന നൌഫൽ, കടത്തൂർ കുന്നേവടക്കതിൽ ഹുസൈൻ, പുന്നക്കുളം കുറവൻതറ കിഴക്കതിൽ മുഹമ്മദ് ആഷിഖ്, കുലശേഖരപുരം കൊച്ചുവീട്ടിൽ ഷംനാദ് എന്നിവരെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത്. തുടർന്ന് കൃത്യം നടത്തിയത് എങ്ങനെയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതികൾ പോലീസിന് വിശദീകരിച്ചു നൽകി. തുടർന്ന് പ്രതികൾ രക്ഷപ്പെട്ട വഴികളിലൂടെ ഇവരുടെ വീടുകളിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുത്ത പ്രധാന വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയും യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പുമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച വോട്ടും വാക്കും എന്ന സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത അപജയമാണ് CPM അഭിമുഖീകരിക്കുന്നതെന്നും അതിൽ സഹികെട്ടാണ് ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ CPM വിട്ടുപോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയും യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുത്ത പ്രധാന വിഷയമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും എന്ന സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത അപജയമാണ് CPM അഭിമുഖീകരിക്കുന്നതെന്നും അതിൽ സഹികെട്ടാണ് ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ CPM വിട്ടുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് മനംനൊന്താണ് മുൻ അടൂർ MLA ഉണ്ണികൃഷ്ണനാരുടെ ഭാര്യ രാജിവെച്ചു പോയി. കേരളത്തിലെ പാർട്ടി ഇന്ന് ജീർണത നേരിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി പ്രതിപക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. CPMന്റെ കോട്ടകളിലാണ് ഇപ്പോൾ വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ഈ ഭരണത്തിനെതിരായി അണിനിരക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. UDF ജില്ലാ ചെയർമാൻ KC രാജൻ, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് D ജയകൃഷ്ണൻ, സെക്രട്ടറി സനൽ D പ്രേം, ട്രഷറർ കണ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ മണ്ഡല പര്യടനത്തിന് തുടക്കമായി. കുണ്ടറയിൽ കശുവണ്ടി തൊഴിലാളികൾ വിഷ്ണുനാഥിന് സ്വീകരണം നൽകി. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കുമെന്ന കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ് പഞ്ചായത്തിലെ കശുവണ്ടി തൊഴിലാളികൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുകയായിരുന്നു അദ്ദേഹം. കശുവണ്ടി മേഖലയെ ഏറ്റവും അധികം ദ്രോഹിച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മുടെ നോമിനേഷന്റെ സൂക്ഷ്മ പരിശോധനയായിരുന്നു. അത് കുറച്ച് സമയം വൈകിയത് കാരണമാണ് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത് കയറിയതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, സ്നേഹം, സഹായം, വോട്ട് എല്ലാം എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 5 വർഷം മുമ്പ് ഞാൻ വോട്ട് പിടിക്കാൻ വന്ന സമയത്ത് പറഞ്ഞിരുന്നു, എന്നെ നിങ്ങൾ ജയിപ്പിച്ചാൽ കേരളത്തിലെ കശുവണ്ടി തൊഴിലാളികളുടെ ശബ്ദം കേരളത്തിൻ്റെ നിയമസഭയിൽ മുഴങ്ങി കേൾക്കും, ഞാൻ ആ ശബ്ദം ഉയർത്തും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഈ 5 വർഷക്കാലവും എത്രയോ തവണ കശുവണ്ടി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചു. മതിയായ ഹാജർ ഉണ്ടാകാത്ത സാഹചര്യം, അത് തൊഴിൽ ദിനങ്ങൾ ഉണ്ടാകണമെന്ന്. ഇനി തൊഴില് സ്വകാര്യ കമ്പനിയിലടക്കം പല കമ്പനികൾ ഓണം വരെ പ്രവർത്തിച്ചിരുന്നത് ഓണം കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും കൂട്ടി. PC വിഷ്ണുനാഥിന്റെ സ്വീകരണ പര്യടനം രാവിലെ ഇളമ്പെള്ളൂരിൽ നിന്നുമാണ് ആരംഭിച്ചത്. DCC ജനറൽ സെക്രട്ടറി KRV സഹജൻ ഉദ്ഘാടനം ചെയ്തു. വേണുഗോപാൽ, പാണ്ഡവപുരം രഘു, പെരിനാട് മുരളി, ശ്രീനിവാസൻ, രമണൻപിള്ള, TC അനിൽ, വേണുഗോപാൽ, ഗോപിനാഥൻ പിള്ള, വിനോദ് ജി പിള്ള, പെരുമ്പുഴ ഗോപൻ, സുധീർ ചേരിക്കോണം, KR സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മീനച്ചൂടിലും തളരാതെ കുണ്ടറയിലെ LDF സ്ഥാനാർത്ഥി SL സജികുമാറിന്റെ പ്രചാരണം. വിവിധ മേഖലകളിൽ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. നെടുമ്പന, പുത്തൻചന്ത, കുഴിയം എന്നിവിടങ്ങളിൽ സജികുമാർ വോട്ട് തേടി. കുണ്ടറ നിയോജക മണ്ഡലത്തിലാണ് മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ആവേശമുള്ളത്.
പ്രചാരണ തിരക്കിലാണ് LDF സ്ഥാനാർത്ഥി SL സജികുമാർ. പാട്ടുപുരയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയിൽ പങ്കെടുത്ത് ഭക്തരെ സന്ദർശിച്ച് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. നെടുമ്പന ഇടപ്പണയത്തുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളോട് അവരുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് അവരിൽ ഒരാളായി മാറി അദ്ദേഹം വോട്ട് തേടി. പുത്തൻചന്തയിലെ കടകളിലെ വ്യാപാരികളോടും വോട്ട് അഭ്യർത്ഥിച്ചു. കുഴിയം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങിലും പങ്കെടുത്ത് വോട്ട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. NDA കൊല്ലം മണ്ഡലം കൺവെൻഷൻ തേവള്ളിയിലാണ് സംഘടിപ്പിച്ചത്. NDA കൊല്ലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് തേവള്ളി രാമോർമ ക്ലബ്ബിൽ സംഘടിപ്പിച്ചത്. BJP മുൻ ദേശീയ കൗൺസിൽ അംഗം MS ശ്യാംകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം സംസ്ഥാന ഖജനാവിന് 1500 കോടി രൂപയുടെ സഞ്ചിത നഷ്ടമുണ്ടാക്കിയ കശുവണ്ടി മേഖലയിലെ തകർത്തവരാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും. CPM കോൺഗ്രസും എങ്ങനെയാണോ അവർ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെ പോലെ പ്രവർത്തിക്കുന്നത് പോലെ ഇവിടെ CPMൻ്റെ നേതാക്കന്മാർ ഈ അഴിമതികളിൽ പങ്കാളികളാണ്. INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഈ അഴിമതിയിൽ പങ്കാളികളാണ്. പക്ഷേ ഈ കേസ് അന്വേഷണം CBIക്ക് വിടാതിരിക്കാൻ ഇരു കൂട്ടരും ഒറ്റക്കെട്ടാണ്. പിണറായി വിജയൻ്റെ സർക്കാർ ഈ അഴിമതിയുടെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകാത്ത സാഹചര്യം മാത്രം മതി ഈ വ്യവസായം തകർത്ത കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിൽ ഒരുമിച്ച് ഭരിച്ച്, ഒരുമിച്ച് സഹകരിച്ച്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് ഉറങ്ങുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ്. കൊല്ലത്തിന്റെ വികസനത്തിന് ഇടത് വലതു മുന്നണികൾ ഒന്നും ചെയ്തില്ലെന്നും നാടിന്റെ ചരിത്രം ഡോക്ടർ പ്രതാപ് കുമാറിലൂടെ തിരുത്തി കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. AG ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ES വേണുഗോപാൽ, രാഷ്ട്രീയ ലോക്ദൾ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി G സതീഷ് കുമാർ, പ്രൊഫസർ കോന്നി ഗോപകുമാർ, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് സിബു വൈഷ്ണവ് തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെയും പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കല്ലടയാർ വറ്റി വരളുന്നു. ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നതിനെ തുടർന്ന് പുനലൂരിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമത്തിന് സാധ്യത. പ്രദേശത്തെ പ്രധാന കുടിവെള്ള പദ്ധതികൾക്ക് ജലം ശേഖരിക്കുന്നത് കല്ലടയാറ്റിൽ നിന്നുമാണ്. ചൂട് കൂടിയതോടെ കിണറുകളിലെ ജലനിരപ്പും താഴ്ന്നു തുടങ്ങി. കടുത്ത വേനൽ മലനാടിനെയും ചുട്ടുപൊള്ളിക്കുകയാണ്. പുനലൂരിന്റെ ജീവനാഡിയായ കല്ലടയാറും വേനലിൽ വറ്റിവരളുന്ന സ്ഥിതിയിലാണ്. കഴിഞ്ഞ ആഴ്ചകളായി അനുഭവപ്പെടുന്ന ഉയർന്ന താപനിലയിൽ കല്ലടയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങി. ഇതാകട്ടെ നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും ജലക്ഷാമമുണ്ടാകുമോ എന്ന കടുത്ത ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്. നഗരസഭയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമുള്ള പ്രധാന കുടിവെള്ള പദ്ധതികളുടെയെല്ലാം പമ്പിംഗ് കല്ലടയാറിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ജലനിരപ്പ് താഴ്ന്നത് ജലക്ഷാമത്തിന്റെ പിടിയിലേക്ക് നാടിനെ അകപ്പെടുത്തും. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കല്ലടയാറ്റിലും നീരൊഴുക്ക് കുറയാൻ സാധ്യത കൂടുതലാണ്. ഇത് കടുത്ത ജലക്ഷാമത്തിന് വഴിവെക്കും. കല്ലടയാറ്റിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ തീരപ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പും ഗണ്യമായി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. വേനൽ മഴ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മത്സ്യത്തിൽ നിന്നും ഭക്ഷ്യവിഷബാധയെന്ന സംശയം. പോലീസ് ഉദ്യോഗസ്ഥനും കുടുംബവും ചികിത്സയിൽ. കരുനാഗപ്പള്ളി മാർക്കറ്റിന് സമീപത്തെ ഫിഷ് സ്റ്റോളിൽ നിന്നുമാണ് ഇവർ മത്സ്യം വാങ്ങിയത്. പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം മത്സ്യത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. കരുനാഗപ്പള്ളി തെക്കുംഭാഗം സ്വദേശിയും കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SI ആയ സുരേഷും കുടുംബവുമാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കരുനാഗപ്പള്ളി മാർക്കറ്റിലെ മത്സ്യ സ്റ്റാളിൽ നിന്നും വാങ്ങിയ മത്സ്യം കഴിച്ചതിൽ നിന്നുമാണ് ഇവർക്ക് വിഷബാധയുണ്ടായതെന്നാണ് സംശയം. സുരേഷും ഭാര്യയും മകളും മകനുമാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഈ മാസം 21-നാണ് സംഭവം. മകളുടെ ഇഷ്ടപ്രകാരം കരുനാഗപ്പള്ളി മാർക്കറ്റിലെ മത്സ്യക്കടയിൽ നിന്നും വാങ്ങിയ നെയ്മീൻ പാകം ചെയ്ത് കഴിച്ചതിനു ശേഷമാണ് 4 പേർക്കും ഛർദിയും തലവേദനയും ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായത്. മീനിലെ വിഷാംശമാണ് ഇതിന് കാരണമെന്നാണ് സംശയം. പരാതിയുടെ അടിസ്ഥാനത്തിൽ പാകം ചെയ്തതിന്റെ ബാക്കി മത്സ്യം ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷീനയുടെ നേതൃത്വത്തിൽ ലാഭപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ വിഭാഗവും നഗരസഭാ ആരോഗ്യ വിഭാഗവും കടയിൽ പരിശോധനയും നടത്തി. കടയിലുണ്ടായിരുന്ന മത്സ്യവും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ മത്സ്യം വാങ്ങിയ മറ്റാരും തന്നെ പരാതിയുമായി എത്തിയിട്ടില്ലെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ.
മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഉണ്ടാവില്ല. എല്ലാവരിലേക്കും ആനുകൂല്യങ്ങളും വികസന നേട്ടവും ലഭിക്കുന്നുണ്ടെന്ന് പ്രകാശ് ജാവദേക്കർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ ബിജെപിയുടെ സീൽ എങ്ങനെ വന്നു എന്നതിൽ അന്വേഷണം നടത്തണമെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ സംശയമുണ്ടെന്നും ചെന്നിത്തല. ബിജെപി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം രഘുനാഥ് എസ് കല്ലട RSPയിൽ ചേർന്നു. നേതൃത്വത്തിന്റെ അവഗണനയാണ് പാർട്ടി വിടാൻ കാരണമെന്ന് രഘുനാഥ് എസ് കല്ലട. RSP സംസ്ഥാന കമ്മിറ്റി അംഗം തുണ്ടിൽ നിസാർ രഘുനാഥിനെ സ്വീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.